ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റു. ഇന്നെന്നല്ല, മിക്കപ്പോഴും ഞാൻ ഈ ടൈമിൽ എഴുന്നേൽക്കാറുണ്ട്. പ്രാർത്ഥന അതെൻ്റെ ലൈഫിൽ മസ്റ്റാണ് കേട്ടോ. ഈ 3 മണിക്കുള്ള പ്രാർത്ഥന അതെൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടൈമിലെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കാറില്ല കേട്ടോ. നമ്മുടെ ലൈഫിൽ 3/4 പ്രയോറിറ്റിയും ദൈവത്തിന് കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പഠിച്ചപ്പോഴത്തേനും എനിക്ക് ഉറക്കം വന്നു. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേറ്റു. 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് കേട്ടോ മോർണിംഗ് ഡ്യൂട്ടി. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നും രാവിലെ അമ്മയോട് കുറച്ച് നേരം സംസാരിച്ചില്ലെങ്കിൽ മനസ്സിന് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അമ്മയോട് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കട്ടൻ ചായ കിട്ടി കേട്ടോ. പാൽ ചായ ഞാൻ അങ്ങനെ ഒരുപാട് കുടിക്കാറില്ല കേട്ടോ, എനിക്കത് ഇഷ്ടവും അല്ല. ഇന്ന് നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം മഴ പെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ, പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ. പിന്നെ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നേരെ റെഡിയാവാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും എന്താ അനുജത്തെ വിളിക്കുന്നുണ്ട്. അവൾ വിളിച്ചിട്ട് ചോദിക്കുക, ഇന്ന് നിനക്ക് എപ്പോഴാണ് ഡ്യൂട്ടി, ഇന്നിനി വീട്ടിൽ വരുമോ, ഇനി എന്നാ ലീവ്. അങ്ങനെ അവളോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് ഞാൻ റെഡിയായി നടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നടന്നാണ് പോകുന്നത്, വണ്ടി എടുത്തില്ല കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് കൂടുതലും നടന്നാണ് പോകാറ്. രാവിലെ കുറച്ചൊക്കെ നടക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ. അങ്ങനെ 8 മണിയാവാറായിട്ടോ. 8 മണിക്ക് എനിക്ക് ഡ്യൂട്ടിയിൽ കയറണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിന് പുറത്തേക്ക് മാത്രമേ എനിക്ക് വീഡിയോ അലൗഡ്, ഹോസ്പിറ്റലിനകത്തേക്ക് എനിക്ക് വീഡിയോ അലൗഡ് അല്ല കേട്ടോ. ഇന്നത്തെ ഈ കാലാവസ്ഥ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്ന ലക്ഷണമുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഞാൻ ഡ്യൂട്ടിക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ 8 മണിക്ക് കയറി ഇനി 2 മണിക്ക് ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് 2 മണിയായപ്പോഴത്തേനും ഞാൻ ഇറങ്ങാറായി. ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞത് ഫലിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ നേരെ പോയത് ഒരു ഷോപ്പിലേക്കാണ്. എൻ്റെ വാട്ടർ ബോട്ടിൽ എവിടെയോ വെച്ച് പോയി. വീട്ടിലും ഇല്ല, ഹോസ്റ്റലിലും ഇല്ല, ഹോസ്പിറ്റലിലും ഇല്ല. അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങാൻ കയറിയതാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ബോട്ടിലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കുഞ്ഞു കുട്ടികൾ ഉപയോഗിക്കുന്ന പോലത്തെ വാട്ടർ ബോട്ടിൽ. സോ അവിടെ നിന്ന് ഞാൻ വാങ്ങിയില്ല കേട്ടോ. വീണ്ടും 1-2 ഷോപ്പ് കയറി, പക്ഷേ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ആ മോഹം അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഒരിക്കലാവാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഒരു അവിൽ മിൽക്ക് കഴിക്കാനാണ്. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഒരു അവിൽ മിൽക്ക് കഴിക്കണമെന്ന്. ഞാൻ സാധാരണ ഒറ്റയ്ക്ക് പോയിട്ട് എവിടെ നിന്നും ഇങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഒറ്റയ്ക്ക് പോയി കഴിക്കാൻ ഭയങ്കര ഷെയിമാണ്. കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ഇന്ന് എന്തോ ആഗ്രഹം കൊണ്ട് കയറിയതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു കേട്ടോ. അങ്ങനെ അമ്മയെടുത്തും കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അവിൽ മിൽക്ക് എത്തി കേട്ടോ. ഇന്ന് ഞാൻ കഴിച്ച അവിൽ മിൽക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. അന്നൊരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് കഴിച്ചതെന്തോ ഇത്ര ടേസ്റ്റ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ അവിൽ മിൽക്ക് ഫുൾ ഹെവി ആയിരുന്നു കേട്ടോ. ഇന്നിനി ചെന്നിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഫുഡൊന്നും വേണ്ട. അങ്ങനെ അവിൽ മിൽക്കും കഴിച്ച് ടി വിയിൽ നമ്മുടെ രസികൻ സിനിമയിലെ സോങ്ങും കണ്ട് ബില്ലും പേ ചെയ്തിട്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ ഹോസ്റ്റലിലേക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവിൽ മിൽക്ക് കഴിച്ചതുകൊണ്ട് അവിടെ ഹോസ്റ്റലിലെ ആൻറ്റി അടുത്ത് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ഉച്ചയ്ക്ക് ഫുഡ് വേണ്ട കേട്ടോ. അങ്ങനെ വീണ്ടും തിരിച്ച് ഹോസ്റ്റലിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോഴേക്കും അങ്ങ് വൈകിട്ടായി. പിന്നെ നല്ലൊരു കട്ട ചായയും കുടിച്ചിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് നേരം ഫോൺ വിളിച്ചു. പിന്നെ കുറച്ച് നേരം ഫോണിൽ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും 6 മണിയായി. 6 മണിക്ക് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അങ്ങനെ 6 മണിക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ഹാളിലേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോഴേക്കും ആൻറ്റിയും മക്കളും ടി വി കാണുവാണ്. എനിക്ക് ടി വി കാണുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്കെപ്പോഴും എൻ്റെ റൂം, എൻ്റെ ഫോണ്, പിന്നെ എൻ്റെ പഠിത്തം. അങ്ങനെ 8:30 ആയപ്പോഴത്തേനും ഞാൻ ഡിന്നർ കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. 8:30ക്ക് ഡിന്നർ കഴിച്ചാൽ 9 മണിക്ക് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡിന്നറും കഴിഞ്ഞ് നേരെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞപ്പോഴും തന്നെ 11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എന്താ, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നേരത്തെ ഒന്ന് കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ വീണ്ടും മോർണിംഗ് ഡ്യൂട്ടിയാണ് കേട്ടോ. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എനിക്ക് ഓഫാണ്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ ഞാൻ വീട്ടിലോട്ട് പോകും. ആ സന്തോഷത്തോടെ എല്ലാം ഓർത്ത് ഞാൻ കിടന്നുറങ്ങി. എന്നെ കേൾക്കാൻ താല്പര്യമുള്ളവർ എന്നോടൊപ്പം കൂടിക്കോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.